ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും കളക്ടർ അവധി നൽകിയ സ്കൂളുകളിലും നാളെ പ്രവേശനോത്സവം നടക്കില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി. 5 മുതൽ 9 ക്ലാസ് വരെയുള്ള പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടുതൽ കർശനമാക്കും. വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വാങ്ങാത്തവർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? സുധീഷ്, കേൾക്കാമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കിയത്? കെ.പി. സുരേഷ്, നാളെ ആലപ്പുഴ ജില്ലയിലാണ് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിനു പുറമെ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും നാളെ പ്രവേശനോത്സവം ഉണ്ടായിരിക്കില്ല. പിന്നീട് എന്നാണോ ആ സ്കൂളിൽ തുറക്കാൻ സാധിക്കുക അന്നാവും അവിടെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുക എന്നതാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ നാളെ കുട്ടനാട് താലൂക്കിനും പുറക്കാട് പഞ്ചായത്തിനും അവധിയാണ്. അതിൽ പുറമെ നിരവധി ക്യാമ്പുകൾ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം വിദ്യാലയങ്ങളിലും നാളെ പ്രവേശനോത്സവം നടക്കില്ല എന്നതാണ് ഈ മന്ത്രി വ്യക്തമാക്കിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ കളക്ടർമാർ അവധി നൽകിയിട്ടുള്ള സ്കൂളുകൾക്കും അതിനു പുറമെ ക്യാമ്പ് നടക്കുന്ന സ്കൂളുകളിലും നാളെ പ്രവേശനോത്സവം ഉണ്ടാവില്ല. നാളെ പുതിയ അധ്യയന വർഷം ആ സ്കൂളുകളിൽ നാളെ ആരംഭിക്കില്ല എന്നതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. കെ.പി. സുരേഷ്. സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.